ഹലോ, ബ്യൂട്ടി ആൻഡ് ലൈഫ് ബൈ അനു എന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മോളുടെ തലയുടെ ഫ്രണ്ട് പോർഷനിൽ അത്ര താരനില്ല, പുറകിലത്തെ അപേക്ഷിച്ച്. പക്ഷേ പുറകിലേക്ക് ഭയങ്കര താരനായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് മോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നത്. എൻ്റെ മോളാണ് എനിക്ക് വീഡിയോ ഒക്കെ പിടിച്ച് തന്നത്. ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്കാൽപ്പിൽ നിന്ന് ഡാൻഡ്രഫൊക്കെ ഇതുപോലെ നന്നായിട്ട് ചിരണ്ടിക്കളയണം. എന്നിട്ട് വാഷ് ചെയ്തിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും എന്താ ചെയ്യുന്നതെന്ന്. മീനാക്ഷി എന്നാണ് ഞങ്ങൾ ഇട്ടത്. ഇപ്പം ചേച്ചി പറയുമ്പോഴായിരിക്കും അവൾ ആ പേര് ഓർക്കണത്. മീനു എന്ന് വിളിച്ചു അവൾക്ക് തന്നെ അറിയത്തില്ല മീനാക്ഷി എന്നൊരു പേര് ഓർക്കുള്ള കാര്യം. ഇത് മീനാക്ഷിയും മറ്റത് ശ്രീലക്ഷ്മിയാണ്. ഇത് മീനുക്കുട്ടി എന്ന് വിളിച്ച് ഇവർക്ക് മറ്റേ പേര് മറന്നുപോയി കാണും. മറ്റവളെ ശ്രീകുട്ടി എന്നും വിളിക്കും. നമുക്ക് ഈ താരൻ ചൊറിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ മേത്തിട്ടൊക്കെ വീഴുമല്ലോ. അങ്ങനെ ഈ മോളുടെ ചെവിയുടെ പുറകിലും ഒക്കെ ചുവന്നിരിക്കുമായിരുന്നു ഈ താരൻ്റെ പ്രശ്നം കാരണം. അങ്ങനെ അവിടെയും കൂടെ കൂട്ടിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്.
നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്ത് മുടി ഉണക്കിയെടുക്കുന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തെന്നും പറഞ്ഞ് താരൻ പിന്നെ വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ ശ്രദ്ധ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോർത്ത്, ചീപ്പ്, തലയണ കവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ട്രീറ്റ്മെൻറ്റിന് ശേഷം വരാതെ സൂക്ഷിക്കേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മളിവിടുന്ന് നല്ല ക്ലീനാക്കിയായിരിക്കും വിടുന്നത്. എങ്കിലും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വീണ്ടും താരൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ താരനുള്ള ഒരാളുടെ ചീപ്പ് ഉപയോഗിച്ച് നമ്മുടെ തലമുടി ചീവിയാലോ അവരുടെ തോർത്ത് ഉപയോഗിച്ചാലോ ഒക്കെ താരൻ നമുക്ക് വീണ്ടും വരും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നോക്കിയാൽ സ്കാൽപ്പൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്, ഒട്ടും താരനൊന്നും ഇല്ല. ചെവിയുടെ പുറകിലൊക്കെ നല്ല താരനുണ്ടായിരുന്നു, അതൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് ഇപ്പോൾ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ സ്കാൽപ്പ് നീറ്റാകുക മാത്രമല്ല, മുടി നല്ല സിൽക്കി ആയിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഫൈനൽ റിസൾട്ട്. മുടിയെല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. ചേച്ചി വന്ന് നോക്കിക്കേ. കണ്ടു അല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ക്ലീൻ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി തിരിച്ചു വരാതെ നോക്കണം.